ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെയധികം സർപ്രൈസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതുപോലെ ഭയങ്കര ഒരു ഹാപ്പിനെസ് നിറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മളെ m4marry.com ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഖത്തറിലുള്ള ഓണം സെലിബ്രേഷനാണ് നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ m4marry വഴിയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടന്നത്. അപ്പം ഇങ്ങനെ m4marry വഴി കല്യാണം കഴിച്ച് എല്ലാ കപ്പിളിനെയും അവർ ഇവിടെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു ഓണത്തിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ. അപ്പം നമുക്കും ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ്, നാട്ടിൽ ഓണം കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഓണം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഓരോ പരിപാടികളൊക്കെ പലയിടത്തും ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കായിരുന്നു, അതൊരു 11 മണിയൊക്കെ ആകുമ്പോൾ എത്തണമെന്ന്. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് വെച്ചായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സന്തോഷം ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ജോബിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും. ഓക്കെ, ഹസ്ബൻഡ് അച്ഛൻ്റെ ഇനിയും ഒരുപാട് കൂട്ടുകാർ ഇതിനോട് ചേർക്കാനുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ചൊന്ന് ലേറ്റ് ആയിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാം കാണാനും എല്ലാവരോടും മിണ്ടാനൊക്കെ പറ്റി. കുറേ നേരം നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ടൈമായി കേട്ടോ. അപ്പോൾ സദ്യയാണ്. ഞങ്ങൾ ഓണസദ്യ കഴിച്ച് സത്യം പറഞ്ഞാൽ മടുത്തിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറയായിരുന്നു സെയിം കറികളൊക്കെ തന്നെ ആയിരിക്കുന്നു. പക്ഷേ ഭയങ്കര ഒരു ട്വിസ്റ്റ് ഉണ്ടായി. കാരണം ഇതൊരു സീ ഫുഡ് സദ്യയായിരുന്നു. മീൻ, ഇറച്ചി, അതായത് നമ്മുടെ ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഇത് സർപ്രൈസ് ആയിപ്പോയി. കാരണം സദ്യ എന്ന് ഉദ്ദേശിച്ചപ്പോൾ നമ്മുടെ നാടൻ, അതായത് വെജിറ്റേറിയൻ സദ്യ ആയിരിക്കും എന്നും പറഞ്ഞാൽ പോയത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു. അങ്ങനെ മീനൊക്കെ കൂട്ടി ഒരു സീ ഫുഡ് സദ്യയായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഷെഫ് പിള്ളയിൽ വരുന്നത്. അപ്പം ഞാൻ സാമ്പാറും മീൻകറിയും ഒക്കെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും ദിവസം കഴിച്ച സദ്യകളിൽ നിന്നും വളരെയധികം വേറിട്ട് നിന്ന ഒരു സദ്യയായിരുന്നു. പിന്നെ പായസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒറ്റ പായസം ഉള്ളായിരുന്നു. ഇത് ടെൻഡർ കോക്കനട്ടിൻ്റെ പായസമായിരുന്നു. അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കുറച്ച് സമ്മാനങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പം സമ്മാനങ്ങളെല്ലാം ഓരോ കപ്പിളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്കും കിട്ടി ഒരു സമ്മാനം. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം, എന്താണ് ഞങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരോടും സംസാരിച്ച് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടുന്നൊന്നും വളരെ യാദൃച്ഛികമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, എല്ലാവരോടും മിണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ നേരം ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് 2-3 ഫോട്ടോസും ഒക്കെ എടുത്തു. ഭയങ്കര അത്യാവശ്യം നല്ല വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നതെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതും സദ്യ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ നിന്ന് കഴിച്ചത്. ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഷെഫ് പിള്ളയുടെ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അധികം 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. പക്ഷേ ട്രാഫിക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈകും. എന്നാൽ പോലും വളരെ അടുത്താണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പരിപാടി അടിപൊളിയായിരുന്നു. എന്താണ് ഷെഫ് പിള്ളേന്ന് കുറേ ദിവസമായിട്ട്, കുറച്ചൊരു നാളായിട്ട് കേൾക്കുന്നല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. സോ ദിസ് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ പോയി കഴിച്ചു. കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയപ്പോഴും നമ്മൾ അവിടെ കൊച്ചിയിൽ എന്തോ കാരണവശാലും നടന്നില്ല. പക്ഷെ ഇവിടെ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇവിടെയാണ്. ഐ തിങ്ക് നമ്മള് ഒരു നോർമൽ എന്താണ് സദ്യ പ്രതീക്ഷിച്ച് പോയതാ. ഒരു സീ ഫുഡ് സദ്യ തന്നെ. കാരണം ഞങ്ങൾ ഇത്രയും ദിവസവും കഴിച്ചത് നോർമൽ സദ്യയായിരുന്നു. Actually it was not a seafood sadhya, it was like a mixed sadhya. അതായത് because chicken ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസമായിരുന്നു. മറ്റേ ടെൻഡർ കോക്കനട്ടിന്റെ ഒരു പായസമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ ആദ്യം ഞങ്ങൾ വരുന്നില്ല എന്ന് വെച്ചാൽ വയ്യായിരുന്നു. ഇന്നലത്തെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം പോയിരിക്കുമായിരുന്നു. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. സർവീസും അവിടുത്തെ സ്റ്റാഫും എല്ലാവരും കൊണ്ടും ഇറ്റ് വാസ് വെരി നൈസ്. ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഗിഫ്റ്റ് കാണിച്ചു തരാം. എന്ത് ഗിഫ്റ്റാണ്, എന്തോ കുഞ്ഞു ഗിഫ്റ്റാട്ടോ, എനിക്കറിയില്ല. അപ്പം അത്രേ ഉള്ളൂ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഗിഫ്റ്റ് കാണിച്ചു തരാം. അതുവരെ ബൈ. അപ്പൊ നമ്മൾ വീട്ടിലെത്തി. ഗിഫ്റ്റ് എന്താന്ന് നോക്കാവേ. ഇങ്ങനത്തെ ഒരു കവറിലാണ് അവർ ഗിഫ്റ്റ് ഒക്കെ തന്നെ m4marry എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം
ഗിഫ്റ്റ് വന്നിട്ട് ഫസ്റ്റ് ഗിഫ്റ്റ് വന്നത് സെറ്റും മുണ്ടുമാണ്. കൊള്ളാവോ? നല്ല ഗിഫ്റ്റ്. സെറ്റും മുണ്ട്. അടുത്ത ഓണത്തിന് എനിക്ക് കൊടുക്കാം. സെറ്റും മുണ്ട്. പിന്നെ ഒരു മുണ്ട് വന്നിട്ടുണ്ട്. തനീഷിനുള്ള മുണ്ട് കേട്ടോ. പിന്നെ കുറേ വൗച്ചർ കാർഡുകളാണ്. ഇത് മനോരമ മാക്സ് ഓൺലൈൻ്റെ ഒരു വർഷത്തേക്കുള്ള വൗച്ചർ കാർഡ്. ഇത് വന്നിട്ട് മനോരമ ഹൊറിസോൺ എന്ന് പറയുന്ന എന്തോ സംഭവം, എനിക്കറിയില്ലത്. ഇത് അമേര ഗോൾഡ് ആൻഡ് ഡയമണ്ട് കോട്ടയം അവരുടെ ഷോറൂമിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 50% ഓഫറുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അതങ്ങനെ 3 വൗച്ചർ കാർഡ്സ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ സെറ്റും മുണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 4-5-6 ഗിഫ്റ്റ് ഉണ്ട്. ഇത്രയും ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.